നിങ്ങളും ഒത്തിരി സന്തോഷത്തോടെയാണ് ദൈവവചനം കേൾക്കുന്നത്. ഒരു കാര്യം ഇങ്ങനെ ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ജനിക്കുന്നത്. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ്റെ കരങ്ങളിൽ ആ ദൈവാനുഗ്രഹം തകർന്നു പോകും, അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ തിളക്കം നഷ്ടപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇന്നും നമ്മൾ കണ്ടിട്ടൊരു പ്രത്യേകതയാണ്, ദൈവാശ്രയത്വത്തോടെ നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ജനിക്കുന്നു. എന്നിട്ട് ആ ഒരു പിൻബലത്തിൽ അതിൽ നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ വ്യക്തി ദൈവാനുഗ്രഹത്തിൽ കുടുംബമായി വളരുന്നു. ഒരുപാടുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളും, ഒരുപാടുണ്ട്. ഇന്ന് ദൈവവചനം നിങ്ങളോട് ശ്രദ്ധിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് യേശുവിൻ്റെ ആ സ്നേഹമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ആമേൻ. ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹം കണ്ടിട്ടുള്ളവരാണ്, പലരെയും സ്നേഹിച്ചിട്ടുള്ളവരാണ് നമ്മൾ. പലരും നമ്മളോട് പിണങ്ങി, നമ്മളും ചിലരോടൊക്കെ പിണങ്ങി, ചിലരോട് നമ്മൾ മിണ്ടാറില്ല. ഈ ലോകത്തിലെ സ്നേഹവും, ഇത് നോമ്പുകാലമാണ്, യേശുവിൻ്റെ സ്നേഹവും തമ്മിൽ പഠിച്ചാൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ ലോകത്തിലെ സ്നേഹം വെറും വട്ടപൂജ്യങ്ങളാണെന്ന് തോന്നും. ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിച്ച പല സ്നേഹങ്ങളും വെറും വട്ടപൂജ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ. എന്നാൽ യേശുവിൻ്റെ സ്നേഹമോ അത് ലോകത്തെ തന്നെ കീഴ്പ്പെടുത്തിയ സ്നേഹമാണ്. ആ സ്നേഹമാണ് എന്നെ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ആ സ്നേഹത്തിൻ്റെ ചിറകിലാണ് നമ്മൾ ഉള്ളത്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്നേഹം എന്തു സ്നേഹമാണ്? അത് ആർക്കും വേണ്ടാത്ത പാപിനിയായ സ്ത്രീയെ സ്നേഹിച്ച സ്നേഹമാണ്. ആരും തൊടാൻ പോലും ഇഷ്ടമില്ലാത്ത കുഷ്ഠരോഗിയെ തൊട്ട സ്നേഹമാണ്. ആരും മൈൻഡ് ചെയ്യുക പോലും ചെയ്യാത്ത വഴിയരികിൽ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന ബർത്തമേയുവിനെ പരിഗണിച്ച സ്നേഹമാണ്. അങ്ങനെ പറയാൻ നോക്കിയാൽ ഒരുപാടുണ്ട്. ആ സ്നേഹമാണ് ലോകത്തെ ചലിപ്പിച്ച സ്നേഹം. ആ സ്നേഹമാണ് എൻ്റെയും നിങ്ങളുടെയും കോൺഫിഡൻസ്, എൻ്റെയും നിങ്ങളുടെയും ധൈര്യം. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഇത്രയും ആളുകളെ ഫേസ് ചെയ്ത് ശുശ്രൂഷ ചെയ്യാനൊന്നും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ സ്നേഹമാണ് ധൈര്യം. ആ സ്നേഹമാണ് എൻ്റെ കോൺഫിഡൻസ്. അതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എവിടെയും പരാജയപ്പെട്ടു പോകാതെ, തകർന്നു പോകാതെ ഇന്നും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കാരണം ഈ സ്നേഹമാണ്. ആമേൻ. ആ സ്നേഹത്തെ അവഗണിച്ചുകൂടാ. ആ ദൈവത്തോടുള്ള ബന്ധത്തെ വിളക്കിച്ചേർക്കാനാണ് ഒരുമിച്ച് കൂടിയത്. ദൈവത്തിലും ദൈവവചനത്തിലും നല്ല ബോധ്യമുള്ളവരാവുക. ആ വിശ്വാസത്തിൽ കുറച്ചുകൂടെ അടിയുറച്ചു വളരുക. നമ്മൾ ഈ വചനം കേൾക്കാൻ പോകുന്ന നമ്മൾ ശരിക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വഴക്കുകളോ ഉണ്ടാകുമ്പോൾ അടുക്കളയിൽ പോയി വാക്കത്തിയെടുക്കുന്നവരല്ല നമ്മൾ. പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ അടുക്കളയിൽ ഇരിക്കുന്ന കോടാലി എടുക്കുന്നവരല്ല, തോക്കെടുക്കുന്നവരല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ആയുധങ്ങൾ വാക്കത്തിയും കോടാലിയും തോക്കുമൊന്നുമല്ല നമ്മുടെ ആയുധങ്ങൾ. നമ്മൾ അന്നേരം എടുക്കുന്ന ആയുധമാണ് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ആയുധം, പ്രാർത്ഥന എന്ന ആയുധം, വിശ്വാസം എന്ന ആയുധം, ദൈവവചനമാകുന്ന ആയുധം. അതാണ് പറഞ്ഞത് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ, അത് ആയുധമാണ്. അതൊരു വാളാണ്, മൂർച്ചയുണ്ടതിന്.
നിർഭാഗ്യവശാൽ നമ്മൾ ഏറ്റവും കുറവ് വായിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഞാൻ നിങ്ങളും ഏറ്റവും കൂടുതൽ എടുക്കേണ്ട ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ആയുധമാണ് ആത്മാവാകുന്ന വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ. അതെടുക്കുന്നവരാണ് നമ്മൾ. ഈ സമയം 100% പ്രയോജനപ്പെടുത്തുന്നവരാണ്. ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമുള്ള കരം നിങ്ങളുടെ മേൽ ഉയർന്നിട്ടുണ്ട്. അത്രമേൽ ദൈവ സാന്നിധ്യമുള്ള ഒരു മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനയുള്ള ശുശ്രൂഷകരുടെയും ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വൈദികരുടെയും സാന്നിധ്യമുള്ള ഒരുപാട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. വിശ്വാസത്തോടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിക്കുമ്പോൾ, ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ധ്യാനം അനുവദിക്കപ്പെട്ട സമയത്ത് ഭംഗിയായി നടത്തുവാൻ പ്രസംഗിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖം പോലെ ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ ലോകത്തിൻ്റെ പ്രത്യേകതകളാണ്. നമുക്കിന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ളത് മറവിയാണ്. എന്താണ് മറവി? ഒരു അപകടമാണ്. അതുകൊണ്ടാണ് യേശു ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ തലേ രാത്രി യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു കൊടുത്തു, വീഞ്ഞെടുത്ത് ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം യേശു പറഞ്ഞു, നിങ്ങളെൻ്റെ എങ്ങനെയും ചെയ്താൽ പോരാ, നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഓർമ്മ. യേശു എന്തിനാണ് ആ വാക്ക് ഉപയോഗിച്ചത്? യേശുവിനറിയാം പലരും ഇത് മറന്നു പോകുമെന്ന്. പെട്ടെന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും മറക്കുന്നു. ഭാര്യ ഭർത്താവിനെ മറക്കുന്നു, ഭർത്താവ് ഭാര്യയെ മറക്കുന്നു. പണ്ട് വലിയ സ്നേഹമായിരുന്നല്ലോ. മക്കൾ മാതാപിതാക്കളെ മറക്കുന്നു, ഉപകാരം ചെയ്തവരെ മറക്കുന്നു, പ്രാർത്ഥിച്ചവരെ മറക്കുന്നു. മറവി ഒരു അപകടമാണ്. മറക്കരുത്. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഓർമ്മ അത് അനുഗ്രഹമുള്ള ഒരു ഔഷധമാണെന്നാണ് പറയുന്നത്. ഓർമ്മ ഗൗരവമുള്ളൊരു വാക്കാണത്. എൻ്റെ ഓർമ്മ മറക്കരുത്. ഇന്നത്തെ ഒരു പ്രത്യേകത, അമ്മയെ കരയിപ്പിക്കുന്ന മക്കൾ പെരുകുന്ന കാലത്താണ് ജീവിച്ചിരിക്കുന്നത്. അമ്മയെ കരയിപ്പിക്കുന്ന മക്കൾ, അമ്മയെ അടിക്കുന്ന മക്കൾ, അമ്മയെ ചീത്ത പറയുന്ന മക്കൾ കുറയുകയല്ല, കൂടുകയാണ്. അപകട ലക്ഷണമാണത്. അപകട ലക്ഷണമാണ്. തലതിരിഞ്ഞ സ്വഭാവമാണത്. നമ്മൾ കാണുന്നു ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ കരയിപ്പിക്കുന്ന ഭാര്യ. എന്താ നിങ്ങളുടെ മുഖത്തൊരു ദുഃഖം? കല്യാണം കഴിഞ്ഞിട്ട് 2.5 മാസമല്ലേ ആയുള്ളൂ. എന്താ ഒരു സന്തോഷമില്ലാത്തത്? അതെ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. അത് ശരി, നമുക്കങ്ങോട്ട് മാറിയിട്ട് സംസാരിക്കാം. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 മാസമല്ലേ ആയുള്ളൂ. അതെ അച്ചു. എന്തു പറ്റി? എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കര ദുഃഖമാണ്. വിവാഹം കഴിക്കണ്ടായിരുന്നു എന്നിപ്പോൾ ഒരു തോന്നൽ. എന്തു പറ്റി? എന്താണ് നിന്റെ വിഷമം? അവൾ എന്നോട് സംസാരിക്കാറുണ്ട്, പക്ഷേ എന്തോ ഉള്ളു തുറന്ന് സംസാരിക്കാറില്ല. എനിക്കെന്തൊക്കെയോ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. ഭർത്താവിനെ കരയിപ്പിക്കുന്ന ഭാര്യ, ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവ്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കൾ, മരുമക്കളെ, മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മകളെ കരയിപ്പിക്കുന്ന അമ്മായിയമ്മ, അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ആ കുടുംബത്തിലെ മറ്റു ചിലർ. ഇതെല്ലാം കൂടിക്കൂടി വരുന്ന കാലത്താണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വചനം പറഞ്ഞില്ല. ഇന്നുവരെയും ഈ സമയം വരെ ഒരു വചനം പറഞ്ഞില്ല ഞാൻ. പക്ഷെ അതിൻ്റെ ആമുഖം പോലെ പറഞ്ഞു തരികയാണ്. ചുമ്മാ കേട്ടുപോകാൻ എളുപ്പമാണ്. പാട്ടുകാർ പാടുമ്പോൾ കൂടെ പാടാൻ എളുപ്പമാണ്. കൈ പൊക്കാൻ പറയുമ്പോൾ ഉയർത്താൻ. എന്തിനായി കരം ഉയർത്തുന്നതെന്നറിയാമോ? അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ കരമുയർത്തുന്ന നാളുകളാണിത്. ചുമ്മാ ഉയർത്താൻ പറയുമ്പോൾ കരങ്ങൾ ഉയർത്തി ഒരൊച്ചയുണ്ടാക്കുന്ന കാലമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ക്ഷണിച്ചു വരുത്താൻ കരമുയർത്തുന്ന പ്രാർത്ഥനയുടെ നാളുകളാണ് ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ. അതുപോലെ ഇവിടെ നടത്തുന്ന ഓരോരോ വിലപ്പെട്ട ശുശ്രൂഷകളും
എല്ലാ ദിവസവും ഈ ആശ്രമത്തിൽ നിന്ന് യൂട്യൂബ് ചാനലിലൂടെ നൽകുന്ന ഓരോ ശുശ്രൂഷകളും അനുഗ്രഹത്തെ ക്ഷണിച്ചു വരുന്ന പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും വലിയ സംഭവമൊക്കെയാണ് പലരും. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പല ഭർത്താക്കന്മാർക്കും എന്തോ അറിയാൻ പാടില്ല. അപകട ലക്ഷണമാണത്. വലിയ കാര്യമായി വിവാഹം കഴിക്കുന്നു, ആഘോഷമായ ഭക്ഷണം, ആഘോഷമായ രീതികളെല്ലാം ഉണ്ട്, വലിയ ആർഭാടമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നല്ലത് തന്നെ. പക്ഷേ വിവാഹത്തിന് ശേഷം ഭാര്യ പറയുന്നു, എൻ്റെ ഭർത്താവിന് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. ഭർത്താവ് പറയുന്നു, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഇങ്ങനെയാണ്. ഭാര്യയെ സ്നേഹിക്കാൻ പല ഭർത്താവിനും അറിയാൻ പാടില്ല. ഭർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് ഭാര്യയ്ക്കും അറിയാൻ പാടില്ല. മക്കളെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന് മാതാപിതാക്കൾക്കറിയില്ല. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പലർക്കും അറിയാൻ പാടില്ല. എങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. എന്തിനാ ഈ വചനം പ്രസംഗിക്കുന്നത് അറിയാമോ? ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ എൻ്റെ എല്ലാ ബന്ധങ്ങളെയും ശക്തരാക്കുന്നത് ഈ ബന്ധമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലരോടും ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബന്ധങ്ങളൊക്കെ പിന്നീട് ബന്ധനങ്ങളായി മാറിക്കഴിഞ്ഞു. നമ്മൾ വലിയ കാര്യമായി കൊണ്ടു നടന്ന പല ബന്ധങ്ങളും നമുക്കിന്ന് ബന്ധനങ്ങളാണ്. അവരുടെ പോലും നമുക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. അവരുടെ നമ്പർ നമ്മൾ ഫോണിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ചിലർ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനമാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം ഒരാൾക്കും ബന്ധനമല്ല. ആ ബന്ധമാണ് മറ്റെല്ലാ ബന്ധങ്ങളെയും, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളെയും ശക്തീകരിക്കുന്ന ബന്ധം ഈ ബന്ധമാണ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇന്ന് വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്നെടുക്കാമോ? നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. ഒരാൾക്ക് സമ്പത്ത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷമാണോ പ്രസംഗിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കും. ഈ വാക്യം ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, സമ്പത്ത് നൽകുന്നു. അപ്പോൾ ആ സമ്പത്തിന്റെ പേരാണ് ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. ആമേൻ. എങ്ങനെയോ വന്ന സമ്പത്തല്ല. ആരെയും കളിപ്പിച്ചും തോപ്പിച്ചും വക്രത കാണിച്ചു നേടിയെടുത്ത സമ്പത്തിനെ കുറിച്ചല്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. അടുത്ത വാക്യം, അങ്ങനെ ഒരു സമ്പത്തുണ്ടായാലുള്ള ഗുണം, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അപ്പോൾ ദൈവാനുഗ്രഹമല്ലാത്ത സമ്പത്ത് വന്നാലോ അത് പലർക്കും അനുഭവിക്കാൻ കഴിയില്ല. പല ആളുകൾക്കും നമ്മുടെ നോട്ടത്തിൽ വലിയ വീടുണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്, ആളാം വീതം വാഹനങ്ങളുണ്ട്, കാഴ്ചയ്ക്ക് അവർ വളരെ ഭംഗിയുള്ളവരാണ്, നല്ല ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക സുസ്ഥിതിയും അവർക്കുണ്ട്. പക്ഷെ അവർ പറയുന്നു ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, എന്തൊക്കെയോ ഒരു നിരാശയാണ്. ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്നുണ്ട്, ഞാൻ ഇന്നെ അടുത്ത് പോയി സൈക്കാട്രിസ്റ്റിനെ കണ്ടു, ഡിപ്രഷന്റെ ആരംഭമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന്. അയ്യോ, ഇത്രയും വീടും ചുറ്റുപാടുമൊക്കെ ഉള്ള ആള് നിങ്ങൾക്ക് ഡിപ്രഷനോ? അപ്പോൾ എവിടെയോ ദുഃഖം കലർന്നിരിക്കുന്നു, എവിടെയോ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു, എവിടെയോ ആ വ്യക്തി തകർന്നിരിക്കുന്നു. പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വചനം പറയുന്നു, സുഭാഷിതം 10:22. ഒന്നും കൂടെ കേട്ടെ, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തില്ല. പിന്നെ എന്തുണ്ടാകും ആ സമ്പത്തിൽ നിന്ന്? ആ ദൈവാനുഗ്രഹമുള്ള സമ്പത്തിൽ നിന്ന്
ആ വ്യക്തി സന്തോഷം അനുഭവിക്കും. ആമേൻ. ദൈവാനുഗ്രഹമുള്ള ഒരു കാര്യത്തിൽ നിന്ന് ആ വ്യക്തി സമാധാനം അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒരുപാട് വചനങ്ങൾ പറഞ്ഞു പോവുകയല്ല, ആ വചനം നമുക്ക് ഒരുപാട് പരിശോധിക്കാനുണ്ട്. ഇതെനിക്ക് മനസ്സിലായത് ഒരു ചെറിയ സംഭവത്തിലൂടെയാണ്. അപ്പോൾ അതിലൊരാൾ, അതൊരു നേഴ്സാണ്. അവര് BSc നേഴ്സാണ്. നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ സാമാന്യം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യണ ആളാണ്. അവരുടെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ്. ഒരുപാട് കടമുണ്ടത്രേ അവർക്ക്, ഒത്തിരി പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ അവർ ദിവസവും അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു സ്ഥലം ഞങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം വരും. ആ വ്യക്തി അവിടെ നിന്നേ വരുമ്പോഴേ അറിയാൻ പറ്റും അയർലൻഡിൽ പോകാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് വരുന്നത്. അവിടെ പരാജയപ്പെട്ടു പോയി, ഇത് ശരിയായില്ല, നടക്കുമൊന്നും ശരിയായില്ല, ഇന്റർവ്യൂ ഉണ്ട്, ഒന്നും ശരിയാകുന്നില്ല, മുഴുവൻ തടസ്സമാണ്. അപ്പോൾ ഇത് കേട്ട് 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 നമുക്കും ഇത് മനഃപ്പാടമായി. ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യക്തി ഈ വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരാശയമാണ്. അതിനുശേഷമാണ് ഈ വചനം ഞാൻ പരിചയപ്പെട്ടത്, ഈ വചനം ഞാൻ പഠിച്ചത്. മറക്കരുത്, ആ വ്യക്തിയോട് ഇങ്ങനെ പറയാൻ എനിക്കൊരു മനസ്സിൽ തോന്നലുണ്ടായി. അത് സത്യം പറഞ്ഞാൽ എത്രയോ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ശരി തന്നെ, നിങ്ങൾ മുന്നോട്ട് പോയി ഒന്ന് കുടുംബം ഒന്ന് അനുഗ്രഹമാകണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ദൈവാനുഗ്രഹമുള്ളൊരു ജോലി ദൈവസഹായത്തിൽ എനിക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവാനുഗ്രഹമുള്ളത് ദൈവസഹായത്തിൽ. അത് ആ വ്യക്തി ഒരു പേപ്പറിൽ അത് എഴുതി വെച്ചു. എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ എങ്ങനെയേലും ഒരു ജോലി വേണ്ട, എനിക്ക് സമ്പത്ത് വരുവാണെങ്കിൽ എങ്ങനെയേലും ഒരു സമ്പത്ത് വേണ്ട, എനിക്കൊരു കുടുംബജീവിതം തരുകയാണെങ്കിൽ എങ്ങനെയേലും ഉള്ളൊരു കുടുംബജീവിതം വേണ്ട, എനിക്ക് മക്കളെ തരുകയാണെങ്കിൽ എങ്ങനെയേലുമുള്ള മക്കൾ വേണ്ട, എനിക്ക് ശുശ്രൂഷ തരുമ്പോൾ എങ്ങനെയേലുമുള്ളൊരു ശുശ്രൂഷ വേണ്ട, പിന്നെയോ ദൈവാനുഗ്രഹമുള്ളൊരു വീട്, ദൈവാനുഗ്രഹമുള്ള ജോലി, ദൈവാനുഗ്രഹമുള്ള ജീവിത പങ്കാളി, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. എനിക്ക് വേണ്ടത് ദൈവാനുഗ്രഹമുള്ളതാണ്. അതേത് വിധത്തിൽ വരണം? ദൈവസഹായത്തിൽ എനിക്ക് കിട്ടണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഇതൊരു നല്ല അന്തരീക്ഷത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവമേ, എനിക്ക് ദൈവാനുഗ്രഹമുള്ളൊരു വീട് തരണം, ദൈവാനുഗ്രഹമുള്ള കുടുംബജീവിതം ഉണ്ടാകണം, ദൈവാനുഗ്രഹമുള്ള ആരോഗ്യം വേണം, ദൈവാനുഗ്രഹമുള്ള ശുശ്രൂഷ വേണം, ദൈവാനുഗ്രഹമുള്ള മക്കൾ വേണം. അങ്ങനെ ഉണ്ടായാൽ എന്താ ഗുണം? ഒരിക്കലും അങ്ങനെയുള്ള സമ്പത്തിൽ, അങ്ങനെയുള്ള ഭവനത്തിൽ, അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. കാരണം ദൈവവചനം പറയുന്നു, അനുഗ്രഹത്തിൽ, ദൈവാനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതിൽ ഒരിക്കലും ദുഃഖം കലർത്തുകയില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളും ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മളുടെ ഈ കൺവെൻഷന്റെ ദിവസങ്ങളിൽ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാനൊക്കെയായി ഒരു വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു, ഇവിടെയുള്ള ഈ കൺവെൻഷനിൽ 10-30-35 വർഷമായി മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമുള്ള ഒത്തിരി അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ഈ കൂട്ടായ്മയിലുണ്ട്. അത് ഈ ആലയത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അച്ഛൻ സൂചിപ്പിച്ചു ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്നേക്കാൾ അറിവും അനുഭവമുള്ളവരാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളിൽ ഒരുവനായിട്ട് മാത്രമാണ്. ആ ഒരു സ്ഥലത്ത് ഒരിക്കലും എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള മാനുഷികമായൊരു യോഗ്യതയുമില്ല. സാധാരണ ഒരു വീട്ടിൽ ജനിച്ച് സാധാരണ പോലെ ജീവിച്ച് വളർന്നു വന്ന, സ്വാഭാവികമായി ഉണ്ടാകുന്ന പല കുറവുകളും കോംപ്ലക്സുകളും പേടിയും ഭയവും നാണവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഇത്രയും ആളുകളുടെ മുമ്പിലൊന്നും അധികം ഞാൻ നിന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ ചില ഭയവും ചില പേടിയും ചില വിഷമങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഒരു തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമാണ് കോൺഫിഡൻസ്, ധൈര്യം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് അതിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാമോ? കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ഏത് സ്ത്രീയെയാണ്? കൂനുള്ള സ്ത്രീ. കൂനുള്ള സ്ത്രീയെ. അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പല സ്ഥലത്തും ധ്യാനത്തിന് പോയിട്ടുണ്ട്. വലിയ കൺവെൻഷനൊന്നുമല്ല, ചെറിയ പ്രാർത്ഥനാ ധ്യാനങ്ങൾ, ഇടവകളൊക്കെയാണ് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ ഒന്നും ഞാൻ കൂനുള്ളവരെ കണ്ടിട്ടില്ല. കൂനുള്ള ആരെയും ഈ അടുത്ത കാലത്തൊന്നും പരിചയപ്പെട്ടില്ല. നടുവേദനയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നടുവേദനയുള്ളവരുണ്ട്, കൂനുള്ളവരില്ല. ഇവിടെയും വളരെ കുറവായിരിക്കാം, ആരും തന്നെ ചിലപ്പോൾ ഉണ്ടാകില്ല. ഞാൻ ഈ ഭാഗം വായിക്കാറില്ലായിരുന്നു കേട്ടോ. കാരണം 2000 വർഷം മുമ്പ് കൂനുള്ള ഒരാളുണ്ടായിരുന്നു എന്ന് ഞാൻ എന്തിനിന്ന് വായിക്കണം? എനിക്കെന്തായാലും കൂനില്ല. പിന്നെ എന്നെ സംബന്ധിച്ചല്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ ചിന്തിക്കും ഇതെന്നെക്കുറിച്ചല്ലെന്ന്. എന്നോട് ഒരു അച്ഛൻ ചോദിച്ചു, അല്ല അച്ഛ, എങ്ങനെയാ ഈ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞ, അച്ഛ, ഞാൻ വലിയ പഠനമൊന്നും എനിക്കില്ല, സാധാരണ പഠനമേ ഉള്ളൂ. ഉയർന്ന പഠനങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെ കിട്ടി, ഇങ്ങനെയുള്ള ആശയങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ കളിയാക്കി ചോദിച്ചതാണോ? അതോ അല്ല, എനിക്ക് എൻ്റെ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒത്തിരി സഹായമാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത്, എൻ്റെ നാവിൽ വന്ന പ്ലാൻ ചെയ്ത് പറഞ്ഞൊരു വാക്കല്ല. ആ വാക്ക് എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ പറഞ്ഞതാ, പിന്നീട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിനകത്തുള്ള ഞാനേയും കൂടെ കൂട്ടിവെക്കും, എന്നെയും കൂടെ കാണും ഞാൻ അതിനകത്ത്. ഓരോ വചനത്തിനകത്തും ഒരു ഞാനുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ആ പ്രസംഗം എനിക്ക് വേണ്ടിയായിരുന്നു കേട്ടോ, അതെന്നോട് സംസാരിച്ചു. നിങ്ങൾ ചിലർ പറയില്ലേ, ഇവിടെയുള്ള പ്രിയപ്പെട്ട വൈദിക പ്രസംഗം പറയില്ലേ, അതെന്നെക്കുറിച്ചാണല്ലോ ദൈവമേ. അത് ആ വചനത്തിനകത്തൊരു ഞാനുണ്ട്, ആ വചനത്തിനകത്തൊരു നിങ്ങളുണ്ട്. അതും കൂടെ ക്ലബ് ചെയ്ത് വായിക്കുമ്പോഴാണ് ആ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവം ഉള്ളത്. ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ് ഇത്. ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. എപ്പോഴാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, രോഗശാന്തി ശുശ്രൂഷ എപ്പോഴാണ്? രോഗശാന്തി ശുശ്രൂഷ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുന്ന സമയം തന്നെ രോഗശാന്തി നടക്കുന്ന സമയവുമാണ്. എപ്പോഴാണ് അഭിഷേക പ്രാർത്ഥന? എപ്പോഴാണ് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എപ്പോഴാണ് ആ വ്യക്തിയെ ഒന്ന് കാണാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അഭിഷേകം പകരുന്ന സമയമാണ്. അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ വചനമയച്ച് രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗശാന്തിക്കുള്ള പ്രത്യേക ശുശ്രൂഷ വചനം അയക്കുന്ന സമയം തന്നെ അത് അഭിഷേകത്തിന്റെ സമയം തന്നെയാണ്, പ്രാർത്ഥന കേൾക്കുന്ന സമയം തന്നെയാണ്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആ വാക്യം വായിക്കുകയാണ്, 10ാമത്തെ വാക്യം. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ഇതെന്താണ് സംഭവം? അതിന്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് 10ാമത്തെ വാക്യം. അപ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു അന്തരീക്ഷം. സിനഗോഗ് നമുക്ക് ഇപ്പോഴത്തെ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു പള്ളി, ഒരു ആരാധനാലയം, അല്ലെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഒരു സിനഗോഗിൽ, അവനൊരു സാബത്തിൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11ാമത്തെ വാക്യം. 18 വർഷമായി. എത്ര വർഷമായി? 1-2 വർഷമല്ല, നിസ്സാര കാര്യമല്ല. തള്ളിക്കളയരുത്. നിസ്സാരമാണെന്ന് കരുതി
ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാലമാണ് 18 വർഷം. 18 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാലം മുഴുവൻ അങ്ങ് പോയി. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം. അവിടെ ഒന്ന് നിർത്തിക്കേ. ആ വാക്ക് എഴുതിയിരിക്കുന്ന ആ ഒരു സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം. അപ്പോൾ നിവർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ആൾക്ക്, പക്ഷെ എന്തോ പറ്റുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ശുശ്രൂഷ പങ്കെടുക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, എന്തോ സാധിക്കുന്നില്ല. നല്ലൊരു ജീവിതം നയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ സാധിക്കുന്നില്ല. എൻ്റെ കുടുംബം ഒന്ന് മര്യാദയ്ക്ക് നന്നായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട്, എന്തോ പറ്റുന്നില്ല. ഒരു മദ്യപാനി പറഞ്ഞതുപോലെ മദ്യം നിർത്തണമെന്നും സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്, എന്തോ പറ്റുന്നില്ല. ബീഡി വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന ഒരാൾ പറഞ്ഞു, നിർത്തിക്കൂടെ, കണ്ടമാനം വലിച്ചു കൂട്ടുന്നു, ആരോഗ്യത്തിന് കേടല്ലേ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ലെന്ന്. പലർക്കും ആഗ്രഹമുണ്ട്. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, നിനക്കൊരു തെറ്റായ ബന്ധമുണ്ട്. ആ ബന്ധം നിനക്ക് നിന്റെ കുടുംബത്തിന് വലിയ വേദനയുണ്ടാക്കുന്നു, അത് ഉപേക്ഷിച്ചുകൂടെ? അത് നിന്റെ കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും സഹിക്കുന്നതിലപ്പുറം വേദനയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ വ്യക്തിയെ ഉപേക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ സാധിക്കുന്നില്ല. ആഗ്രഹമുണ്ട് പലർക്കും, പക്ഷെ എവിടെയോ സാധിക്കുന്നില്ല. ഇവിടെ നിവർന്നു നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആഗ്രഹമുണ്ട്, എനിക്കൊരു നല്ല ഭാര്യയായി ജീവിക്കണം, പക്ഷെ എന്തോ സാധിക്കുന്നില്ല. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോവുക, ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കി പോവുക. എനിക്കൊരു നല്ല ഭർത്താവായി ജീവിക്കണമെന്ന്, പക്ഷെ സാധിക്കുന്നില്ല. എന്നറിയില്ല, അങ്ങനെയൊക്കെ അങ്ങ് പെരുമാറി പോവുകയാണ്, പൊട്ടിത്തെറിച്ച് പോവുകയാണ്. ഒരു കുടുംബത്തിലെ ഒരു സങ്കടം പറഞ്ഞതുപോലെ, ചെറിയ കാര്യത്തിന് പോലും എൻ്റെ വീട്ടിൽ വലിയ വഴക്കാണ്, ചെറിയ വിഷയത്തിന് പോലും ദിവസങ്ങളോളം മിണ്ടാതിരിക്കുകയാണ്. ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ദിവസങ്ങളോളം ഈച്ച കുത്തിയതുപോലെ മുഖമിരിക്കുന്നു. നിനക്ക് ചിരിച്ചാലെന്താ? എന്താ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? അതിന് മാത്രം വിഷയം എന്താണ് ഉണ്ടായത്? ചെറിയ കാര്യത്തിന് പോലും വലിയ പിണക്കങ്ങൾ. അപ്പോൾ ഇവിടെ വചനം എഴുതിയിരിക്കുകയാണ്, നിവർന്നു നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കാത്തത് മൂലം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായി പോയ? കൂനിപ്പോയാൾ. എത്ര വർഷം? 18 വർഷം പുള്ളിക്കാരത്തി കൂനിയായി നിൽക്കുന്നത്. അപ്പോൾ 18 വർഷമായി ഈ വ്യക്തി മനുഷ്യരുടെ മുഖം കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം കൂനി നിൽക്കുന്ന ഒരാൾ കൂടുതലായി കാണുക മനുഷ്യന്റെ പാദങ്ങളാണ്. 18 വർഷമായി എത്ര കല്യാണത്തിന് പോയിട്ടുണ്ടാവും? ആ കല്യാണ വീട്ടിൽ ആ വ്യക്തി മാത്രം പ്രത്യേക അവസ്ഥയിലാണ് നിന്നത്, കൂനിയാ നിന്നത്. ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ആ വ്യക്തിക്ക് കിട്ടുന്നത് അവഗണനയാണ്. അങ്ങോട്ട് മാറിയിരിക്കാൻ പറയും. എല്ലാവരും നേരെ നിൽക്കുമ്പോൾ ഒരാൾ വളഞ്ഞു നിൽക്കുന്നു, കൂനി നിൽക്കുന്നു. എവിടെ ഒരു വിലയില്ല. കല്യാണത്തിന് പോയിട്ടുണ്ടായാലും കൂനി നിൽക്കണം, ഇനി ഒരു ആദ്യ കുർബാനയ്ക്ക് പോയാലും കൂനി നിൽക്കണം, ഇനി ഒരു ആഘോഷത്തിന് പോയാലും കൂനി നിൽക്കണം, ഒരു പള്ളിപ്പെരുന്നാളിന് പോയാലും കൂനി നിൽക്കണം, ഇങ്ങനെ വളഞ്ഞു നിൽക്കണം. ഒത്തിരി വിഷമമുണ്ടാകും ഇയാൾക്ക് മനസ്സിൽ. പക്ഷെ അടുത്ത വാക്യം വളരെ ശ്രദ്ധിക്കണം, 12ാമത്തെ വാക്യം. യേശു അവളെ കണ്ടപ്പോൾ. യേശു അവളെ കണ്ടപ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യേശു അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കമുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഇതാണ് പ്രശ്നം. 35 വർഷമായി നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നവരാണ്, ആരും പോയിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ശുദ്ധ ഹൃദയരാണ്, അതുകൊണ്ടാണ് ചാടി പറഞ്ഞത്. ശ്രദ്ധിക്കുന്നോ? മനസ്സിലാകുന്നോ? ശ്രദ്ധിച്ച്, ഈ വാക്യത്തിൽ എഴുതിയിരിക്കുവാണ്, യേശു അവളെ കണ്ടു. ഞാനാണെ കാണത്തില്ല, ഞാനാണെ അവിടെ ഏറ്റവും വലിയ കാറയിൽ ആരാ വന്ന് അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഡൊണേഷൻ തന്ന ആളെയൊക്കെ ഞാൻ കാണാറുള്ളൂ.
വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ കാണാറുള്ളൂ. പിന്നെ കൂനി നിൽക്കുന്ന ആൾ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അവരെ. നമ്മൾ അവരെ ഒന്ന് കാണുമ്പോൾ ആരാ യേശു, യേശുവിൻ്റെ ക്യാരക്ടർ എഴുതിയിരിക്കുകയാണ്. വലിയ മിടുക്കന്മാരുണ്ട് ആ സിനഗോഗിൽ. അവിടെ വലിയ പ്രമാണിമാരും വലിയ മിടുക്കന്മാരൊക്കെ ഈ സിനഗോഗിലുണ്ട്. എന്തിയെ എഴുതാഞ്ഞത്? ആ വലിയ ആളെ യേശു കണ്ടു, ആ വലിയ പ്രധാനിയായ അധികാരി യേശു കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. വളഞ്ഞുകൂടി നിൽക്കുന്ന, നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം കൂനിപ്പോയ, 18 വർഷമായി ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരാളെ യേശു കണ്ടു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെയൊക്കെയോ യേശു ഇപ്പൊ കാണുന്നുണ്ട്. ആമേൻ. നിങ്ങൾ ശരീരം കൊണ്ടല്ല കൂനിയത്, മനസ്സിന്റെ വേദന കൊണ്ടാണ്. ഒരാൾ പറഞ്ഞു, കാലിൽ ഒരു മുള്ളുകൊണ്ടാൽ കാലിൽ മാത്രമേ വേദനയുള്ളൂ, കയ്യിലൊരു കത്തി കൊണ്ട് മുറിഞ്ഞാൽ കയ്യിൽ മാത്രമേ വേദനയുള്ളൂ. പക്ഷെ മനസ്സ് മുറിഞ്ഞാൽ കാലിന് മാത്രമല്ല വേദന, കൈക്ക് മാത്രമല്ല വേദന, ശരീരം മുഴുവൻ വേദനിക്കും. എപ്പോൾ? കാലെ മുള്ളുകൊള്ളുമ്പോഴല്ല, കയ്യിൽ കത്തി കൊണ്ട് മുറിയുമ്പോഴല്ല, മനസ്സ് മുറിയുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കും. മനസ്സ് വേദനിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. എനിക്കാരെയും വ്യക്തിപരമായി പരിചയമോ ബന്ധമോ ഇല്ല. പക്ഷേ നിങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് മനസ്സിലാകാൻ പറ്റും, എവിടെയൊക്കെയോ നിങ്ങൾ വേദനിക്കുന്നവരാണ്, എവിടെയൊക്കെയോ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത, ഒറ്റയ്ക്കൊറ്റയ്ക്ക് സഹിക്കുന്ന കടുകട്ടിയായ വേദനകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ യേശു കാണുന്ന സമയമാണിത്. ഇതൊരു കാഴ്ചക്കാരനെ പോലെയോ കേൾവിക്കാരനെ പോലെയോ ഇരിക്കരുത്. അതിനേക്കാൾ അർത്ഥത്തിൽ ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിലോ നടക്കുന്നത് പോലത്തെ ഒരു സ്റ്റേജ് അല്ല ഇത്. ഇതൊരു പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജേ അല്ല. ഇവിടെ പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ട്. ഇതൊരു സ്റ്റേജ് അല്ല, ഇത് ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ഇടമാണ്. ഇതൊരു സ്റ്റേജ് പ്രോഗ്രാം അല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ഇതിന്റെ പിറകിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥനകൾക്ക് മുമ്പിലാണ് ഈ ശുശ്രൂഷ എന്ന ഈ വചനം വിളമ്പുന്നത് പോലും. ഭക്ഷണം പോലെയാ ഇത് വിളമ്പുന്നത്. ഭക്ഷണം പോലെ വചനം മുറിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ യേശു കാണുന്നു, നിങ്ങളെ യേശു കാണുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം. അവൻ അവളുടെ മേൽ 12-ാമത്തെ വാക്യം. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു. അതെനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ വാക്ക് നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കിക്കേ. ആ വാക്ക് എൻ്റെ ബൈബിളിലുണ്ട്. ഉണ്ടോ? അടുത്തു വിളിച്ചു. അതൊരു നല്ല വാക്കാണ്. യേശുവിന് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കൂനുള്ള വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ അടുത്ത് വിളിച്ചത്? ഇപ്പോൾ ഇങ്ങനെയൊരാൾ നമ്മുടെ ഈ ഹാളിൽ ഉണ്ടെന്നിരിക്കട്ടെ. ഞാൻ ആ വ്യക്തിയെ ഇങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾ എന്നെ നോക്കുമോ, ആ വ്യക്തിയെ നോക്കുമോ? ആ വ്യക്തി കുറച്ചു നേരത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കിട്ടത്തക്ക വിധം ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ. ആര് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്ത വ്യക്തിയെ യേശു എല്ലാവരും ശ്രദ്ധിക്കുന്ന നിലയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ പറയും, എനിക്ക് വീടില്ല, എനിക്ക് ജീവിതമില്ല, എൻ്റെ ജീവിതം അങ്ങനെയാണ്, എനിക്ക് എല്ലായിടത്തും ഒരു വിലയില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഒറ്റപ്പെടലാണ്. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവം നിന്നെ മറ്റൊരാൾ അത്ഭുതത്തോടെ നോക്കത്തക്ക വിധം സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ്. നിന്റെ സിറ്റുവേഷൻ മാറും, നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും, വിശ്വസിക്കുന്നു. നിന്റെ വിഷമങ്ങൾ മാറും, വിശ്വസിക്കുന്നു. അത് മാഞ്ഞു പോകും, ഏറ്റെടുക്കുന്നു. അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന്. നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട്, ദൈവം അത് മായ്ച്ചു കളയും. നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായി കിടക്കുന്ന ചില ദുഃഖങ്ങളുണ്ട്, ആന്തരിക മുറിവുകളുണ്ട്, അത് ദൈവം മായ്ക്കുന്ന സ്ഥലമാണിത്. എങ്ങനെ മായ്ക്കും? അവിടുന്ന് തന്റെ വചനം അയച്ച് നിന്റെ മനസ്സിന്റെ മുറിവുകളും ഭയവും ആകുലതയും ഉത്കണ്ഠകളും മായ്ച്ചു കളഞ്ഞ് നിന്നെ നേരെ നിർത്തും, ഉയർത്തി നിർത്തും. എല്ലാവരും ശ്രദ്ധിക്കത്തക്ക വിധം നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളിലൂടെ ആയിരിക്കും. അപ്പോൾ ചിലർ പറയും, എനിക്ക് ഇത്രയും പ്രായമായല്ലോ, ഇനി കൂടിപ്പോയാൽ ഞാൻ ഇത്രയും കൊല്ലമേ ജീവിക്കാൻ പോകുന്നുള്ളൂ, ഇനി എനിക്ക് നല്ല കാലം വരുമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കരുത്. ഒരു നിമിഷം മതി നിന്റെ സാഹചര്യം മാറാൻ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്.
ഈ കൂനുള്ള സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഞാൻ ഒരു സിനഗോഗിലോട്ടും പോകുന്നില്ല, എന്തിന് ഞാൻ പോണം? 18 വർഷമായി ഞാൻ കുറേയൊക്കെ പോയി, എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വാതിലും ജനലും അടച്ച് മുറിക്കകത്തിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുത വിടുതൽ നടക്കുമായിരുന്നോ? ഇല്ലയോ? നടക്കത്തില്ല. എന്നാൽ ആ വ്യക്തി ചിന്തിച്ചു, 18 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിലും ഞാൻ സിനഗോഗിൽ പോകും, ഞാൻ വീണ്ടും അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയല്ലേ ആ ദിവസം ആ വ്യക്തിക്ക് വിടുതലായത്? അങ്ങനെങ്കിൽ ഈ ദിവസമായിരിക്കും നിന്റെ വിടുതൽ, ഈ മണിക്കൂറുകളായിരിക്കും നിന്റെ അനുഗ്രഹത്തിന്റെ സമയം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനയ്ക്കൊന്നും ദൈവം ഒരു മറുപടിയും തന്നില്ലല്ലോ എന്നും പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമായി ഇത് മാറും, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയമായി മാറും. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്ത്. മനസ്സും അടുത്ത് ഡിപ്രഷനാണ്, നിരാശയാണെന്ന് പറഞ്ഞിരിക്കാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനേകരെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. അനേകരെ കൊണ്ടുവരണം. നമ്മുടെ മക്കൾ പോലും ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കെതിരായിരിക്കും. അവരെ ദൈവത്തിലേക്ക് തിരിക്കാനുള്ള വലിയ സാക്ഷ്യങ്ങൾ ഈ ആലയത്തിൽ നിന്ന് ഉണ്ടാവണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കൂനുള്ള സ്ത്രീ. നമുക്കും ഒരു കൂനുണ്ട്, നമുക്കും കൂനുണ്ട്. നമ്മളതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മൾ ചിലരെ നോക്കിയിട്ട് പറയില്ലേ, ആൾക്ക് കോംപ്ലക്സ് ആണെന്ന്. ഇംഗ്ലീഷിലാ പറയുന്നത്. അത് അതേ സാധനമാണിത്. അതാണ് കൂന്. അയാളോടൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് അയാൾ അങ്ങ് ക്ഷോഭിക്കും, പെട്ടെന്ന് അയാൾ പിണങ്ങും. എന്താണ് അങ്ങനെ? അത് നമ്മൾ പറയും കോംപ്ലക്സ് ആണെന്ന്. അല്ല, അയാളുടെ മനസ്സിൻ്റെ മുറിവാണത്. അയാൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പിണങ്ങുന്നത്, അയാൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കരഞ്ഞത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് വാതിലടച്ച് അകത്ത് കയറിയിരിക്കും. ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് വേണ്ട എന്ന് പറയും. വൈകുന്നേരം നീ ഇന്നൊന്നും കഴിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്താ നീ ഇങ്ങനെ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയത്തില്ല, എനിക്കൊന്നുമില്ല, ദേഷ്യപ്പെടും. അത് മനസ്സിൽ എവിടെയോ മാറാത്തൊരു കൂനുള്ളത് കൊണ്ടാണ്. എവിടെയോ ആ വ്യക്തി വല്ലാതെ വേദനിക്കുന്നു എന്നർത്ഥം. നമ്മൾ ആ വ്യക്തിയെ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി നിർത്തും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചിലർ പറയില്ലേ, തൊട്ട അന്നേരം അങ്ങ് കരഞ്ഞോളും. അയാളുടെ കുഴപ്പമല്ല, അയാൾ ജനിച്ച് ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ അയാളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, അയാളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ധ്യാനം നടത്തുകയാണ്. ചെറിയ സ്ഥലമാണ്, 100 പേര് വന്നാൽ തന്നെ അവിടെ എല്ലാ സ്ഥലവും തീരും. ഇതുപോലെയുള്ള വലിയ ഒരുപാട് സൗകര്യമുള്ള സ്ഥലമൊന്നുമല്ല. ആ സ്ഥലത്ത് കുരിശിന്റെ വഴി നടക്കുകയാണ്. ആ കുരിശിന്റെ വഴി നടത്തുന്നയാൾ തങ്കച്ചൻ ബ്രദർ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം അയാൾ ധ്യാനത്തിന് രജിസ്റ്റർ ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനത്തിന് വന്നിരിക്കുന്നു. ആ നാട്ടുകാരല്ല, വാഹനം ഓടിച്ചൊക്കെ വന്നവരാണ്, ആ ജില്ലയുടെ പുറത്തുനിന്ന് വന്നവരാണ്. ആ വ്യക്തി ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ധ്യാനം രജിസ്റ്റർ ചെയ്തിട്ട് നേരെ അപ്പുറത്തെ ടൗണിലേക്ക് പോയി, ബീവറേജിലേക്ക് പോയി. അയാൾ കള്ളു കുടിച്ചു. എന്നിട്ട് അയാൾ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നിട്ട് ആ പ്രാർത്ഥനാലയത്തിന് മുന്നിൽ നിന്ന് അയാൾ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയെ കണ്ടോ? എൻ്റെ ഭാര്യയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോന്ന്? അപ്പോൾ എങ്ങനെ അറിയാം? എവിടെ നിന്നോ വന്ന 100 പേരാണ്. എങ്ങനെ അറിയും ഇയാളുടെ ഭാര്യ ആരാണെന്ന്? അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ ഞാനും ശ്രദ്ധിച്ചു, ദൈവമേ ഇത് എന്തൊരു കഷ്ടമാണ്, ഇയാൾ എന്താണ് വിളിച്ചു പറയുന്നത്? അപ്പോൾ ഞാൻ ഒരാളെ കണ്ടു. വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നു. വണ്ണമുള്ള ഒരു സ്ത്രീയുടെ പുറകിൽ വേറൊരു സ്ത്രീ ഇയാൾ കാണാതെ ഒളിച്ചിരിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ലാതെ മനസ്സിലായി, ഇദ്ദേഹമാണ് അയാളുടെ ഭാര്യയെന്ന്. അന്ന് എന്തുമാത്രം ആ വ്യക്തി കൂനിപ്പോയി കാണും, എന്തുമാത്രം ആ വ്യക്തി വിഷമിച്ചിട്ടുണ്ടാകും. ആ വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ ആ പെണ്ണ് ഒരുപാട് സങ്കടപ്പെട്ട് കാണില്ലേ, ഒരുപാട് വേദനിച്ച് കാണില്ലേ? അതാണ് നമ്മൾ ഈ പറഞ്ഞ വാക്യം, കൂനിപ്പോയ അവസ്ഥ.
കൂനിപ്പോയ അവസ്ഥ. ചില ആളുകൾക്കത് ഭർത്താവിനെ കൊണ്ടാണ്, ചിലർക്കത് ഭാര്യയെ കൊണ്ടാണ്, ചിലർക്കത് മക്കളെ കൊണ്ടാണ്, ചിലർക്കത് ജീവിതം കൊണ്ടാണ്. കൂനിപ്പോയ അവസ്ഥ അത് മാറും കേട്ടോ. ദൈവവചനം പറയുന്നു ഏതവസ്ഥകളിലും മാറ്റം വരും. ആമേൻ. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൂനിപ്പോയി. ഇനി എനിക്ക് ഇത് മനസ്സിലാകാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഇത് മനസ്സിലായി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേഗത്തിൽ പറയാം. നമ്മുടെ ജീവിതവുമായി അതിന് ഒന്ന് ബന്ധമുള്ളത് കൊണ്ട് അത് പറയാം. കൂനിപ്പോയ വ്യക്തികളുണ്ട്. ഞാനൊരു വീട്ടിൽ, ഞാനും ഒരാളും കൂടി ഉണ്ട്. ആ വീട്ടിൽ ഒരു അമ്മയും അപ്പനും അവരുടെ ഇളയ സഹോദരനുമേ ഉള്ളൂ. അപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകൾ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വരുമച്ചോ. നല്ല കാര്യം, വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ മകള് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ മകൾ വാഹനം ഓടിച്ചു വന്നു. വാഹനം മുറ്റത്ത് നിർത്തുന്നു. വാഹനം ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറുന്നു. അവിടെയുള്ള ആരെയും ആ വ്യക്തി മൈൻഡ് ചെയ്തില്ല. വളരെ ദേഷ്യഭാവത്തിൽ അപ്പുറത്തുള്ള അവരുടെ മുറിയിലേക്ക് കയറുന്നു. ശക്തിയോടെ ആ വാതിൽ അടയ്ക്കുന്നു. ആ വാതിൽ കുറ്റിയിടുന്നു. അവരുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ വല്ലാതെ അങ്ങ് വാടി.